ഗംഭീരമാണ്. ഒരു രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമ്മൾ പറയാനുള്ള മലയാളികളും എല്ലാവരും ഗംഭീരം. അന്നാബൻ, ദുൽഖർ, അമിതാഭ് ബച്ചൻ, ദുൽഖറൊക്കെ അടിച്ച് പൊളിച്ച് പ്രഭാസൊക്കെ തൂത്തുവാരി എന്താ കാണിങ്ങനെ അടിച്ച് കസറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര ഇത് വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ടൊരു ചരിത്രമായി മാറാൻ പോകുന്നത്. ക്യാമിയൊന്നും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പിക്ചറാണ്. 1000 കോടിയിൽ പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി ഒന്നല്ല, അതിൽ മേലെ ഗംഭീര പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടിയാണ്. കമലഹാസന്, അമിതാഭ് ബച്ചനൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടി ഉണ്ടോ? ഓക്കെ. കാൽക്കിന്റെ പൊന്നളി ഒരു രക്ഷയില്ല. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടമാണ്. കിടിലോസ്കി പടം. സത്യം പറയാമല്ലോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി പടം. നമ്മുടെ പടത്തിൽ എന്താ പറയണത്, എന്താണ് ഇത് ക്യാമിയോ റോൾസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ സീറ്റിന്റെ വക്കത്തിലുണ്ട്. നമ്മൾ വേറെ എങ്ങും ഇരിക്കത്തില്ല. അമ്മാരി പടമാണ് മക്കളെ. കിടിലം പടം അത്രേ ഉള്ളൂ. മാറി എല്ലാവരും ഒന്നിനൊന്നില്ല പടം എന്ന് പറഞ്ഞാൽ ഇന്റർവെല് കഴിഞ്ഞ് സീറ്റ് നേറ്റി പോകും. അടിപൊളി തകർപ്പൻ. ക്യാമിയോ റോൾ ആരൊക്കെ ഉണ്ട്? കമലഹാസന്റെ റോള് കാണുന്നുണ്ടോ? തകർത്ത് വിട്ടത് കമലഹാസൻ അവസാന സീനിൽ തകർത്ത് വരുന്നുണ്ട്. അമിതാഭ് ബച്ചന്റെ റോൾ ഒന്നും പറയണ്ട, പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ ഇതുപോലെ അത്ഭുതം കണ്ടിട്ടില്ല. അതുപോലെ പടം. ഹോളിവുഡ് സിനിമകളെ വെല്ലും. അടുക്കൂട്ട് മേക്കിംഗ് അടിപൊളി തകർത്ത്. ടോട്ടലൊന്നും അത് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുവാണ്. ഇത് വെച്ചാൽ ഹോളിവുഡ് ലെവലിലേക്ക് മാറി. അത്രയും കലക്കി പടം തകർത്ത് വാരി. പടം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു പുരാണമായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇത് മഹാഭാരതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വെസ്റ്റേൺ ഫിലിം പിടിക്കാൻ, അതായത് ഹോളിവുഡ് ലെവലിലൊരു പടം ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച എൻ്റെ സംവിധായകനും അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ടർക്കും എല്ലാം നമ്മളൊരു ബിഗ് സല്യൂട്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന പലരെയും രോമാഞ്ചമായിട്ടുള്ള പല നടന്മാരും ഇതിനകത്തുണ്ട്. അതിൽ പ്രധാനമായിട്ട് തന്നെ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ നടൻ. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് കാണിക്കുന്ന എനർജി ലെവല് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഫൈറ്റ് സീനിലെല്ലാം വളരെ നിപുണം കൊടുത്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിലുള്ള അന്നാബൻ, ശോഭന എന്ന നടിയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇതിലേക്ക് നടത്തിയിരിക്കുന്നത്. പിന്നെ അന്നാബൻ പറഞ്ഞില്ലേ, അങ്ങനെ പശുപതി ആയാലും ഓരോ കഥാപാത്രങ്ങൾ പറയുമെങ്കിൽ അവരെല്ലാം ഇതിൻ്റെ സ്ക്രീൻ സ്പേസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം തീർച്ചയായിട്ടും 1000 കോടി ക്ലബ്ബിൽ വരേണ്ട ഒരു പടമാണ്. ദുൽഖർ നന്നായിട്ടുണ്ട്. കാരണം കുറച്ചല്ലെങ്കിലും ദുൽഖർ നന്നായിട്ട്. പിന്നെ കമലഹാസൻ നടൻ ഇതിനകത്ത് വരാൻ പോകുന്നുള്ളൂ. പുള്ളിയുടെ അടുത്ത പാർട്ടിലേക്ക് വരുന്നുള്ളൂ. ഒന്ന് കാണിച്ച് പോയിട്ടുള്ളൂ. സെക്കൻഡ് പാർട്ടിലാണ് കമലഹാസൻ വരാൻ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ പടം ഞാൻ 3Dയിൽ ഒന്നും കൂടി കാണും. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.